ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തൊടുവായിട്ടയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിൻ്റെ പേരാണ് ദ ബേബി ഇൻ യെല്ലോ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇതൊരു ഹൊറർ ഗെയിമാണ്. ഒരു ബേബിയെ നോക്കണം. ബേബി നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഒരു പെശകുള്ള ചെറുക്കനാണ്. ഇവനെ ഇടയ്ക്കിടയ്ക്ക് പ്രേതമാവും. അതാണ് ഈ ഗെയിം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ടാണ് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നൈറ്റ് 1 ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുക്കണ്ട് ബേബി. ഹലോ. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. എടാ വാ. ഇവനെ നമുക്ക് എടുത്തിട്ട് ഇനി ഇപ്പോഴത്തെ ചെയ്യാം. കെടുത്താൻ കൊണ്ടുപോകണോ? അല്ല എന്താ ഫീഡ് ദ ബേബി. ഓക്കെ, അവനെ വിശക്കുണ്ടെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് പാലും കുപ്പിയെ നമുക്ക് എടുത്തു കൊടുക്കാം. നേരെ നമുക്ക് അടുക്കളയ്ക്ക് പോയി വെക്കാം. ഫ്രിഡ്ജിലുണ്ടാവും അവൻ്റെ പാലും കുപ്പി. യെസ്, അതാ കിടക്കണേ. ഇനി നമുക്ക് നേരെ അത് അവൻ്റെ വായക്കടെ കയറ്റി കൊടുക്കാം. അവൻ്റെ സന്തോഷം അതാ അപ്പിട്ടവൻ. ഇനി നമുക്ക് നേരെ അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഇനി നമുക്ക് നേരെ ഇവനെ ഇവിടെ ഇരുത്തി വെക്കാം. ഇവിടെ ഇരുത്താൻ പറ്റൂല. അപ്പം നമുക്ക് ആ ഭാഗത്ത് ഇരുത്തിയാണ്ട് ഇവൻ്റെ ജഡ്ഡി ഇട്ട് കൊടുക്കാം. ജഡ്ഡി മാറ്റണം, മണക്കുണ്ട്. ഓക്കെ, ആ ജഡ്ഡി എടുത്തിട്ടുണ്ട്. നേരെ അവനെ അവനെ കാണാനില്ല. അവൻ നീ എവിടെ പോയി നമുക്ക് നോക്കാം. എടാ കുട്ടാ, നീ ഇവിടെ ഇരിക്കണേ. നീ ഇവിടെ എത്തിയതേ? ഇങ്ങനെ പാനെടുക്കരുത്, വയ്യ. ഇനി നമുക്ക് നേരെ അവനെ ബെഡ് കൊണ്ടുപോയി എടുത്താം. ഇവരെങ്ങനെ കൊടുന്നിട്ട് ഇവിടെ അങ്ങനെ ഇടുക. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ എന്നാണ്. അപ്പോൾ നമുക്ക് ബുക്ക് എടുത്തക്കാണ്ട് അതിന് വായിക്കണം, എന്നാലും അവന് ഉറങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ പെറ്റാനുണ്ട്. അപ്പം ഇനി നമുക്ക് സൈഡൊക്കെ വയ്ക്കണം നോക്കാം. ഓക്കെ, ഇവിടെ ബുക്ക് കാണാണ്ട്. അപ്പോൾ ബുക്ക് എടുത്താണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് ചെയ്യണേ. അങ്ങനെ ബുക്കൊക്കെ വായിച്ചെടുത്ത് നമ്മൾ നീച്ചാണ്ട് നോക്കുകയാണെങ്കിൽ അവനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതാ കൂർക്കാൻ വിളിച്ചുകൊണ്ട് നമുക്ക് പോവാം. വാതിലടച്ചാണ്ട് സ്വസ്ഥമായി ഉറങ്ങിയോട്ടെ. അപ്പം മുന്നേ അടി പോയിക്കാണ്ട് ടി വി കാണാൻ പോവാം. വാച്ച് ടി വി ഓൺ ദ സോഫ. ഓക്കെ, നമ്മൾ സോഫയിലിരുന്ന് ടി വി കാണണേ. ഓക്കെ, അവിടുത്തെ പൂച്ച ലൈറ്റ്. ഓക്കെ, അതെത്തണേ. ആൾക്ക് മനസ്സിലായിട്ടില്ല. എന്തോ നമുക്ക് പൂച്ചേൻ്റെ സാധനം കിട്ടി. അപ്പം ഇനി ഇവിടെ ഇരുന്നാണ്ട് നമുക്ക് ടി വി കാണാം. അങ്ങനെ നമ്മൾ ടി വി കാണാൻ ഇരുന്നാണ്. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ആരാണ്? ഓക്കെ, നമ്മൾ സെറ്റിൽ ബേബി. ഓക്കെ, നമ്മൾ ബേബിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ബേബി നീച്ചോണെന്നാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ തുറന്നിട്ടോണം. അതാ ബേബി ഇറങ്ങി വണ്ടി. നമുക്ക് പോയൊക്കെ ഇനി അടിയിൽ. നമ്മൾ പോയപ്പോൾ മേലേനു. അപ്പോൾ അടിയിലേക്ക് വരുമ്പോൾ ഇവനത് ഇവിടെ ഇരിക്കണു. നമ്മൾ നേരത്തെ പോയപ്പോൾ ഇവിടെ കാണാനില്ലേനു. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയും പോയിക്കണ്ട് അവനൊക്കെ എടുത്താൽ. ഇനി ഇവിടെ കിടന്നോണം. ഉറങ്ങിക്കോണ്ടി. ഇനി എന്നെ ഉറക്കം വരില്ല. വേണമെങ്കിൽ ഉറങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അവനക്ക് എത്ര ക്യാറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാറ്റിന് ഇട്ടെടുത്തു. ഇനി കഥ വായിച്ചു കൊടുക്കണം. കഥ വേണ്ട. അപ്പോൾ നമുക്ക് ഇനി വാതിലടച്ചാണ്ട് ടി വി കാണാൻ പോവാം. ചിൽ ഔട്ട്. വാച്ച് ടി വി ഓൺ ദ സോഫ. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫയിൽ ഇരുന്ന് ടി വി കാണാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ ഉറക്കം വരുന്നുണ്ട്. ഇനി നമ്മൾ നീച്ചും അറിയില്ല കേട്ടാ. നമ്മൾ ഫുള്ളായിട്ട് ഉറങ്ങി. ഒന്നാമത്തെ നൈറ്റായിരുന്നു. ഓക്കെ, നൈറ്റ് 2. ഇനി രണ്ടാമത്തെ നൈറ്റാണേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നൈറ്റ് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നൈറ്റാണ്. ഫീഡ് ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. അപ്പോൾ നമ്മളവിടെ ഫ്രിഡ്ജിക്ക് പോയിക്കാണ്ട് അവിടെ ബോട്ടിലുണ്ടാവും. അത് ബേബിക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഫ്രിഡ്ജ് തുറക്കാം. ബോട്ടിൽ അതാക്കണം. അവിടെ ഫ്രിഡ്ജ് അടിഞ്ഞ അതാ ബോട്ടിൽ കാണാനില്ല. ബോട്ടിൽ ഫൈൻഡ് ദ ബോട്ടിലൊക്കെ ബോട്ടിൽ തപ്പാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ വാതിൽ തുറന്നാണ്ട് ബേബി കുട്ടി കൊടുക്കാൻ പോവാം. അപ്പോൾ അവൻ മേലെ ആണെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് മേലേക്ക് പോയിക്കാണ്ട് അവൻ്റെ ബെഡ്റൂമിലേക്ക് പോയിക്കാണ്ട് കൊടുക്കാം. ചെറുക്കനെ ഇവിടെ കാണാനില്ല. ചെറുക്കൻ പിന്നെ ഇറങ്ങി വണ്ടി എന്ന് തോന്നുന്നുണ്ട്. അടിയിൽ പിന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നേരത്തെ അവൻ അടിയിലേനു. ഇനിയിപ്പോൾ ബാത്റൂമിൽ ക്ലോസറ്റിൽ കുടുങ്ങിയാവോ? പോയേക്കാ ഇല്ല കേട്ടോ. അതാ ചെറുക്കൻ ഇവിടെ ഇരിക്കണു. ഇവിടെ ഇരിക്കണു. അവൻ്റെ നോട്ടൊക്കെ പറ്റണില്ല ചേട്ടാ. എടുത്ത് പൂസ് കയറി തന്നെ. ഓക്കെ,
ചേഞ്ച് ബേബി. ഓക്കെ, ടേക്ക് ബേബി ടു ചേഞ്ചിങ് ടേബിൾ എത്തിയാണ്ട് നമുക്ക് ബേബിൻ്റെ ജഡ്ഡി അങ്ങോട്ട് മാറ്റാം. അവൻ അപ്പിട്ടു അപ്പോത്തിന് ജഡ്ഡി അതാ ജഡ്ഡിക്ക് കണ്ണ് അതാ ഇറങ്ങി വേണ്ടു പിടിച്ച അവന് പിടിച്ചണം. അതാ പിന്നെ സോഫൻ്റെ പടിയുന്നു ജഡ്ഡി ഇറങ്ങി വേണ്ടു. ജഡ്ഡിക്ക് ജീവുണ്ട് തോന്നിട്ടാ. അപ്പോൾ ജഡ്ഡി അവിടെ ഇടിച്ചു. ഓക്കെ, ജഡ്ഡി അത് തലി തൊപ്പിയൊക്കെ കണ്ടിട്ടാ. ജഡ്ഡി ഉള്ളിൽ നോക്കി വേണ്ടു അവൻ. നമ്മൾ ബേബിൻ്റെ റൂമിലേക്കാണ് അവൻ പോകുന്നുണ്ട്. ജഡ്ഡിയോടെ കണ്ണാട വെച്ചാൽ അതാ ഇരിക്കണവൻ. പെട്ടെന്ന് അവനെ പിടിച്ചാൽ കിട്ടില്ല. അതാ അവൻ എവിടെയൊക്കെ ചാടി മണ്ടാട്ടാ. അവന് നമ്മളിങ്ങനെ റൂമിൽ കഴിക്കാം. നമ്മളെ റൂം ഇതാണേ. അതാ മുഞ്ചി അവനവിടെ പോയി ഇടിച്ചുകൊണു. ജഡ്ഡിൻ്റെ തലയിൽ കറങ്ങണതാ നക്ഷത്രങ്ങൾ. അപ്പം ഇനി അവനെ പിടിച്ചങ്ങാണ്ട് നമുക്ക് നമ്മളെ ബേബിനെ ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ ബേബി ഈ ജഡ്ഡി ഇടുമ്പോൾ ബേബി പ്രേതമാവും നമുക്കറിയില്ല കേട്ടാ. എന്നാ അല്ല ജഡ്ഡി പറന്നു പോണു പിടിച്ചോ. ഇനി എത്തണേ പുട്ട് ബേബി ടു ബെഡ്. അതാ ഗൈസ് അവൻ പ്രേതമായിരുന്നാ തോന്നിട്ട്. അടിയിൽ അവനക്ക് ചെറിയൊരു പെശകുണ്ട്. കാരണം അവൻ്റെ കണ്ണ് ചെറുതായിട്ട് ചോപ്പായി. നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. ഓക്കെ, മെല്ലെ അതിൻ്റെ അടുത്ത് പോവാം. ചിലപ്പോൾ നമ്മൾ പിടിച്ച് തിന്നാലോ, പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി നേരെ അവനെ ബെഡ് കെടുത്താൻ പോകണേ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യും. ബെഡ് കിടത്തി ഇനി അവന് സ്റ്റോറി ബുക്ക് വായിച്ചെടുക്കണം. ഓക്കെ, റാബിറ്റിൻ്റെ കഥയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അതാ അവൻ നമ്മുടെ ബുക്ക് തട്ടിട്ടുട്ടാ. എന്താ ഒന്ന് ഉളോത്സനൊക്കെ ഉണ്ടല്ലോ. അവനക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എന്നാൽ മാറ്റി പിടിച്ചാൽ നമുക്ക് ഒന്നും കൂടി അവനക്ക് വായിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും പറ്റിയില്ലെങ്കിൽ അവൻ്റെ ചള്ളക്ക് ഞാൻ കൊടുക്കും. അതാ പിന്നെയും തട്ടിട്ടു. എനിക്ക് എത്ര സംഭവത്തെ പ്രശ്നം വെച്ച് പറ. അതൊന്നാ നോക്കാട്ടാ എന്താ പ്രശ്നം എന്നേ. പുട്ട് ദ കറക്റ്റ് പ്ലഷർ ഇൻ ദ കോട്ട്. ഓക്കെ, അവന് മറ്റേ ഇതിട്ട് കൊടുക്കാനേനു പെറ്റിനെ. നമ്മൾ ആടിനെ റാബിറ്റിനാണ് തോന്നുന്നുണ്ട്. റാബിറ്റിനെ ഇട്ടെടുക്കാനാണേ. അതാണ് സംഭവം. നമുക്ക് നീച്ചാണ്ട് ഇട്ടെടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടെടുത്തത് എന്തേനു ആട്. അതിന് നേരത്തെ ഇട്ടെടുത്തതിൻ്റെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ആ ബുക്കിൽ റാബിറ്റിനാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ റാബിറ്റിന് അവൻ്റെ അടുത്ത് കിട്ടെടുത്തപ്പോൾ ഓന് ഇതായി ശരിയായി. ഇപ്പോൾ ഓൻ ഉറങ്ങിയിട്ടുണ്ടാവും. അതിലടിച്ചാണ് ടി വി കാണാൻ പോവാട്ടാ. നമ്മൾ ടി വിൻ്റെ അവിടെ എത്താനായി. ഇനി അവന് എണീച്ചോ അറിയില്ല. എണീക്കൊന്നാ തോന്നുന്നുണ്ട്. ഹൂ ഈസ് ദ ഡോർ. ഓക്കെ, ഡോറിൻ്റെ അവിടെ ആരോ ഉണ്ട്. നമുക്ക് പോയേക്കാം. ഡോറിൻ്റെ അവിടെ ആരാ? ഇത് തന്നെ പിസ്സ ഉണ്ടാക്കണ എത്തോണേ. ടോർസ്റ്റീവ് അങ്ങനത്തെ ഒരു സാധനം അവിടെ വെക്കേ. അവിടെ വെച്ചാണ്ട് ഇനി നമുക്ക് ടി വി കാണാം. ഇനി ബെല്ലടിച്ചാണ്ട് ഓന് ഒച്ചയിട്ടാണ്ട് നീച്ചോ അറിയില്ല. ഇനി നമുക്ക് ടി വി കാണാൻ പോകട്ടാ. അങ്ങനെ രണ്ടാമത്തെ നൈറ്റ് കഴിയാനായിന്നാ തോന്നുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ടി വി അകത്ത് അവന് ടേബിളിൽ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലാണ് വെച്ചത്. ടേബിളിൽ വെച്ചാൽ ഇതാവുള്ളൂ എന്നാ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ടേബിളിൽ വെച്ചോക്കാം. ഓക്കെ, ഫൈനലി ഓക്കെ, നമ്മൾ ഇതിനൊരു ടി വി കാണാനാണ് പറയുന്നത്. ടി വി കാണാണ്ട് നമ്മൾ അതാ ഉറങ്ങി. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ നൈറ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നൈറ്റ് 3 അത് കണ്ടിന്യൂ ചെയ്യാം. നേരെ ഓപ്പൺ ആക്കിയാണ്ട് നോക്കാം. അപ്പോൾ നമ്മളെ ബേബി ടേബിളിൽ കേട്ടോ. വാച്ച് ടി വി ഓൺ ദ സോഫ. നമ്മൾ ടി വി കാണാൻ. ഓക്കെ സെറ്റിൽ ബേബി. നമ്മളോട് ബേബിനെ കാണാനാണ് പറയുന്നത്. ബേബി മേലുണ്ടോ ഉറങ്ങിയ കാലം ശല്യപ്പെടുത്തണ്ട, എന്നാലും നോക്കാം. അങ്ങനത്തെ ഒരു അടങ്ങാറ് പോലെ നുള്ളു വിളിച്ചണു. ലീവ് ക്ലോസ് ദ ഡോർ. ഓക്കെ, ഇനി നമ്മളോട് പറയാണ്ട് ചില്ല് ഔട്ട് ഫൗണ്ട് സംതിങ് ടു ഈറ്റ്. നമ്മളോട് മറ്റേ ബ്രെഡ് ഉണ്ടാക്കാനായിട്ടോ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രെഡ് എടുത്താൽ ഒരു ബ്രെഡ് എടുക്കുക, അവിടെ വെക്കുക. രണ്ടാമത്തെ ബ്രെഡ് എടുക്കുക, അവിടെ വെക്കുക. രണ്ടാമത്തെ ബ്രെഡ് കഴിയുമ്പോൾ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഈ ഫ്രിഡ്ജിലുണ്ട്. നേരത്തെ ഞാൻ കണ്ടിനു. കൂന് മഷ്റൂം എടുക്കുക, അവിടെ വെക്കുക. അടുത്തത് ഉള്ളി ഒനിയൻ എടുക്കുക, അവിടെ വെക്കുക. അടുത്തത് ഇതെത്താ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് കക്കരിക്കാണ്. അതെടുക്കുക, അവിടെ വെക്കുക. ഇത് അങ്ങനെ നമ്മൾ എല്ലാതും വെച്ചാണ്ട് അമർത്തി പൊളി ഇനി നമുക്ക് ഇത് തിന്നണം. കൈസ് പൊട്ടി തെറിച്ചു കൈസ്. ഹൊറർ
ചെറുക്കൻ സീന് തുടങ്ങി. ഓക്കെ ഓക്കെ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം കേട്ടോ. അല്ലയോ വേണ്ട, നമുക്ക് രക്ഷപ്പെടണ്ട. അപ്പം നമുക്ക് നേരെ ഓൻ്റെ അടുത്ത് പോയേക്കാം. ചിലപ്പോൾ ഓനക്ക് പാലിന് വേണ്ടിയിട്ടേ കലം. അപ്പോൾ ആ സാധനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി പാല് നോക്കാം. പാലിനിപ്പോൾ എവിടെ കലം? ഇനി നേരത്തെ പോലെ ഇതിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുമോ? നമുക്ക് ഇനി ഇതൊക്കെ അടച്ചക്കാണ്ട് നമുക്ക് ഇതിലൊക്കെ ഇനി നോക്കട്ടെ. ഇതൊക്കെ ചെറുതായിട്ട് തുറന്നിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് നേരത്തെ പൊട്ടിയപ്പോഴാണ്. അതായത് ഇനി നമുക്ക് ഫ്രിഡ്ജ് പോയേക്കാം. ഗായ്സ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വേറെ റൂം. അതാ ഇവിടെ ഉണ്ട് നമ്മളെ പാലെടുത്താണ്ട് നമുക്ക് വേഗം കൊടുക്കാൻ പോവാം. ഡാർക്കായിട്ടാ അവിടെ പെട്ടെന്ന് ഫ്രിഡ്ജ് അടിച്ചു. അപ്പം ഈ വഴി കൂടെ നമുക്ക് പോയേക്കാം. ഇത് ഏതൊക്കെ വഴിയാണ് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഗായ്സ്, ഇത് എവിടേക്കൊക്കെ മനസ്സിലാവണില്ല. ഇതേക്കൂടെ പോകേണ്ടി നമുക്ക് മനസ്സിലാവണില്ല. ഇനി നമുക്ക് ഇവിടെ ഒരു ഡോർ കാണാനുണ്ട്. അപ്പം നമുക്ക് ഇത് തുറന്നപ്പോൾ ഗായ്സ് നമ്മുടെ ബേബി അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പാല് കൊടുത്തു നോക്കാം. അവന് ഈറടിച്ചാണ് കേട്ടോ ഇരിക്കണ്ടേ. അപ്പോൾ സന്തോഷമായി. ഇനി നമുക്ക് അവൻ്റെ ജഡ്ഡി അങ്ങോട്ട് മാറ്റാം. അവൻ തൂറിയിട്ടുണ്ട് ഗായ്സ്. അവനിപ്പോൾ 3ാമത്തെ നൈറ്റിലാണ് തൂറുണ്ട്. എത്ര വട്ടം തൂറുണ്ട്. പാലടിച്ച് അവൻ തൂറാൻ പോകും. ഇനി നമുക്ക് അവൻ്റെ ജഡ്ഡി ഇട്ട് കൊടുക്കാം. ഇനി ജഡ്ഡി പാറിപ്പോലെ നേരെ അവനക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. ഗായ്സ്, അവൻ നമ്മൾ പേടിപ്പിച്ചു. പ്രേതമായിട്ട് അവനെ ഒററെ തുടങ്ങി അവൻ്റെ കളി തുടങ്ങി. ഓനക്ക് ജഡ്ഡി ഇട്ട് കൊടുക്കാൻ പോയത് നമ്മൾ പണിയാക്കിയാ. നമുക്ക് വേറെ രക്ഷപ്പെടട്ടെ അതിലൂടെ. ഓരത്ത് ഒരു പവറാ തോന്നുന്നുണ്ടോ. ഇത് വേറെ കൂടെ വെച്ചാണ്ട് നമുക്ക് വേറെ ഇതിലൂടെ മേൽക്ക് ഓൻ്റെ റൂം. ആദ്യം നമുക്ക് ഓൻ്റെ റൂമിൽ പോയേക്കാം. ഓൻ്റെ റൂമിൽ നമുക്ക് രക്ഷപ്പെടാവോ? ലോക്കഡ് സീന്. സിദ്ധു ലോക്കഡാണല്ലോ. ഇനി നമ്മളെ റൂമിൽ പോയിക്കാണ്ട് ഗൈസ്, ഓൻ്റെ ആൾമാറിൻ്റെ ഉള്ളിൽ കൂടെ വന്നു നമുക്കിവിടെ ഒളിച്ചു കാട്ടാൻ. സീനാണേ. ഓന് നമ്മളെ കൊല്ലും അറിയില്ലട്ടാ. ഓൻ പ്രേതമായിക്കണം സത്യം ശരിക്കും പറഞ്ഞാൽ. 3ാമത്തെ ഡേ ആണ്. നമുക്കിനി ഇത് ആ ഡോറ് തുറക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ ചില്ല് പൊട്ടിച്ചാണ്ട് ഓൻ്റെ തൊള്ളി വെക്കണ സാധനം എടുത്തുകൊണ്ട് ഗോൾഡാണ് സാധനം. ഇനി ഓൻ്റെ കൊണ്ടെടുത്ത് കൊടുത്ത ഒന്ന് തെറിച്ചു കിട്ടാ. എടാ കൂട്ട ചത്തച്ച്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും കളയാൻ പറ്റുമോ? ഇപ്പം ഇങ്ങനെ കയറിയല്ലേ. ഇങ്ങനെ അവിടെ നീട്ടിയാണ്ട് ഓടി ഇങ്ങനെ നീട്ടിയാണ്ട് അതാ ഒന്നുകൂടി ഇതാവണം ചിലപ്പോൾ. നമുക്ക് ഇളക്കി മറിച്ച് ഇങ്ങനെങ്കിലും ചത്ത നമുക്ക് ഉപകാരമായി. നമ്മളെ അടുക്കളയിൽ ഇപ്പോഴും മറ്റേ പ്രേതത്തിൻ്റെ ഇതാണ് കേട്ടോ. അത് പിന്നെ ബെഡൊക്കെ കിട്ടാവോ? ഗായ്സ്, അത് കണ്ണ് ശ്രദ്ധിച്ചു. ഇപ്പം ഇവിടെ സ്വപ്നത്തിലത് ഇപ്പം എവിടെ? പിന്നെ ഇപ്പം ശരിക്കും നമ്മളെ പേടിപ്പിച്ച് തന്നെ കേട്ടോ. ഷീപ്പ്. ഓന് റൂം പോയിക്കുണ്ട് കേട്ടോ. നമുക്ക് പോയൊക്കെ മെല്ല. കുട്ടൻ ഡെക്കറേഷനാണല്ലോ ഫുള്ള്. എന്താ പരിപാടി? സത്യം പറ. ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ആദ്യം ഇവിടെ കെടുക്ക്. നാളെ നമുക്ക് പേടിപ്പിക്കാം കേട്ടാ. ഇപ്പോൾ അവിടെ കിടന്നോ. ഇനി താണ്ടി പുട്ട് ദ പുള്ളിങ് ഇൻ ദ കോട്ട്. ഓക്കെ, നമുക്ക് ഈ ആടിനെ എടുത്താണ്ട് നമുക്ക് കൊടുക്കാം. ബുക്ക് വായിച്ച ഞാനിത് സ്കിപ്പ് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ബുക്ക് എടുത്ത് അവളെ പെറ്റാളൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുക്കം ഊട്ടണേ. കസാലിയിലൊക്കെ ഉണ്ടല്ലോ ചെറുക്കൻ. വലിയ കസാലിയില. ആ സംഭവം വേറെ തോന്നുന്നുണ്ട് കേട്ടോ. വെട്ടുകാരി നമ്മൾക്ക് വേറെ സ്ഥലത്ത് പോകാൻ. ചെറുക്കൻ നമ്മളെ പേടിപ്പിച്ചാൽ വന്നാട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നു കേട്ടോ. ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മോർ നോ അനദർ. നമുക്ക് പോയി നോക്കാം. ഈ ലിഫ്റ്റിന് തുറക്കാൻ പറ്റുമോ? ഇല്ല കേട്ടോ. 18 അങ്ങനെ ഇറങ്ങി പോകണം. 19 18 എത്തി. നമുക്ക് ഡോർക്കിടെ എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കാം. ഇത് പറ്റണില്ല, ഇതും പറ്റണില്ല. നമുക്ക് ഇത് പറ്റും നോക്കാം കേട്ടോ. ഇത് നമ്മൾ ബേബിൻ്റെ റൂമല്ലേ. സീന്. ഇനി പറ്റണേ. ഡോണ്ട് ഗോ അപ്സ്റ്റെയർ. നമ്മൾ മേൽക്കോ വരുന്നത്. പക്ഷെ ഇവിടുത്തെ സൗണ്ടേ കൊണ്ട് കേട്ടോ. മറ്റേ സ്വകാര്യം പറയണ്ട പോലെ. ചെറുക്കൻ സ്വകാര്യം പറയണേ. അത് അവിടേക്ക് പോയി നോക്കാന്ന്. ജസ്റ്റ് ഒന്ന് പോയൊക്കെ ഇവിടുത്തെ സംഭവത്തെ നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. കോടി സീനിട്ടുണ്ട്.
നമ്മൾ ആ മുയലിൻ്റെ അനുസരിച്ച് പോകണം കേട്ടോ. ഈ മുയലിനനുസരിച്ച് റാബിറ്റ് വണ്ടി ഓട് സീന്. ഓക്കെ, ഈ ലിഫ്റ്റൊക്കെ ഉണ്ട്, വേഗം ഓടട്ടോ. നമ്മൾ ഫ്ലോറ് 24 ഇപ്പോൾ 21, 22, 24 ഇത് വരച്ചപ്പെടാം. അവിടെ നമ്മളോട് കിടന്ന് വേഗം പോകാനാണ് പറയുന്നത്. ലിഫ്റ്റ് ഓക്കെ. നമ്മൾ ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ അപ്പോൾ 3ാമത്തെ നൈറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത 4ാമത്തെ നൈറ്റല്ല, പിഗ്മാൻസ് മാഡ്നസ് എന്നാണ്. അപ്പോൾ ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ അടുത്ത വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.